സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എങ്ങനെയാണ് പിള്ളേർക്ക് വെക്കാബുലറി നന്നായിട്ടുണ്ടാവുന്നതെന്ന് പറഞ്ഞു. അതിലൊന്നാണ് സം തിയറീസ് ബിലീവ് ദാറ്റ് ദേ ആർ ഇനീറ്റ്ലി ബയാസ് ടു ഇൻഡ്യൂസ് വേർഡ്സ് മീനിങ്. അപ്പോൾ ചിലർ പറയുന്നത് ജന്മനാൽ നമുക്ക് ആരാ അത് പറയണത്, ലാഡ് ഗ്രമാറ്റിക്കലാണെങ്കിലും ചോംസ്കി ഒക്കെയാണ് പറയുന്നത്, നമുക്ക് ഇനേറ്റായിട്ട് ഈ വാക്കുകൾ മനസ്സിലാക്കി എടുത്ത് പഠിക്കാനുള്ളൊരു കഴിവുണ്ട്. യൂസിങ് സർട്ടൻ പ്രിൻസിപ്പിൾസ്, ചില കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട്. ഒന്നാണ് മ്യൂച്വൽ എക്സ്ക്ലൂസിവിറ്റിയും സിനാപ്റ്റിക് ബൂട്ട് സ്ട്രാപ്പിങ്ങിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇനേറ്റായിട്ട് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ക്രിട്ടിക്സായിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് പറയുന്നതാണ് എ സ്മോൾ സെറ്റ് ഓഫ് ബിൽറ്റ് ഇൻ ഫിക്സ്ഡ് പ്രിൻസിപ്പിൾ ഈസ് നോട്ട് സഫീഷ്യൻറ്റ്. അപ്പോൾ കുറച്ച് എന്താ പറയുന്നത് ബിൽഡ് ഇൻ ആയിട്ട്, അതായത് വാങ്ങിച്ചപ്പോൾ തന്നെ കിട്ടുന്ന അല്ലെ ഉണ്ടായപ്പോൾ തന്നെ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇത്രയും വാക്കുകളൊന്നും ആൾക്കാർക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്നാണ് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ പറയണത്. ആൻഡ് മെനി മോർ ലേണിംഗ് സ്ട്രാറ്റജീസ് കനോട്ട് ബി ഇനേറ്റ് ബിക്കോസ് ചിൽഡ്രൻ അക്വയറിങ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് യൂസ് ഡിഫറെൻറ്റ് അപ്രോച്ചസ്. അപ്പോൾ ഇവിടെ ഇതെന്തിനെ പറയുന്നത്, നമ്മൾ ഈ കുറേ ലാംഗ്വേജിൽ നേറ്റീവ് ലാംഗ്വേജിൽ മാത്രമാണ് ലാഡ് തരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒത്തിരി ലാംഗ്വേജ് പഠിക്കുന്നത് പല അപ്രോച്ചസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇനേറ്റ് ആയിട്ടാണ് നമ്മളത് പഠിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. വി യൂസ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് എന്നാണ് വേറെ ക്രിറ്റിസിസംസ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ഓൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവാണ് പറയുന്നത്. വെക്കാബുലറി ഗ്രോത്ത് ഈസ് ഗവേൺഡ് ബൈ ദ സെയിം കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ദാറ്റ് ചിൽഡ്രൻ അപ്ലൈ ടു നോൺ ലിംഗ്വിസ്റ്റിക്. അപ്പം പിള്ളേർ ലാംഗ്വേജിനും നോൺ ലാംഗ്വേജ് അല്ലെങ്കിൽ നോൺ ലിംഗ്വിസ്റ്റിക് സ്റ്റിമുലൈക്കും ഒരേ എന്താ പറയുന്നത് കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാംഗ്വേജിന് സ്പെഷ്യലായിട്ടൊരു കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മറ്റൊരു മോഡലാണ് emergentist correlation model proposes that word learning strategies emerge out of children's effort to decipher language. അപ്പോൾ നമുക്ക് ഈ ലാംഗ്വേജ് പഠിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എന്താ പറയുന്നത് ഈ വേർഡ് ലേണിംഗ്, നമ്മൾ എങ്ങനെ ഈ ഓരോ വേർഡ്സ് പഠിക്കും എന്ന് അതായത് ഒരു കാര്യം പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭാഷ മനസ്സിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി ലാംഗ്വേജ് അങ്ങ് പഠിച്ചു പോകുന്നതാണെന്നാണ് എമർജൻസ്റ്റ് കോയിലേഷൻ മോഡൽ പറയുന്നത്. സോ ചിൽഡ്രൻ ഡ്രോ ഓൺ എ കോയിലേഷൻ ഓഫ് ക്യൂസ്. അപ്പം പിള്ളേർക്ക് കുറച്ച് കോയിലേഷൻ ഓഫ് ക്യൂസ് ഉണ്ട്, അതായത് പെർസെപ്ഷൻ, സോഷ്യൽ, ലിംഗ്വിസ്റ്റിക്, ദറ്റ് ഷിഫ്റ്റ് ഇൻ ഇമ്പോർട്ടൻസ് വിത്ത് ഏജ്. അപ്പോൾ ഓരോ ഏജിനും ഈ ക്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കും, പിന്നെ നമ്മൾ സാഹചര്യങ്ങളിൽ, പിന്നെ നമ്മൾ ഭാഷ. അപ്പോൾ ഇതാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഓരോ സമയത്തും നമ്മൾ പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചാണ് ഭാഷേനെ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പെർസെപ്ഷനായിരിക്കും, ചിലപ്പോൾ സോഷ്യലായിരിക്കും, സാഹചര്യങ്ങൾ, ഫ്രണ്ട്സ് ആയിരിക്കും, നമുക്ക് ചില വാക്കുകൾ അതായിരിക്കും മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ലിംഗ്വിസ്റ്റിക്, അതായത് വായിക്കുന്നതിലൂടെയാണ് മനസ്സിലാകുന്നത്. സോ കോയിലേഷൻ റൂൾസ് കോൺട്രിബ്യൂട്ട്. പ്രീ സ്കൂളേഴ്സ് ആർ മോർ സക്സസ്ഫുൾ ഇൻ ഫിഗറിങ് ഔട്ട് ന്യൂ വേർഡ് മീനിങ് വെൻ സെവറൽ കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻസ് ആർ അവൈലബിൾ. അപ്പോൾ പ്രീ സ്കൂളേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലേതെങ്കിലും ഒന്നല്ല, ഇതിലെല്ലാം കൊടുക്കണം. നമ്മൾ പറയില്ലേ കൊച്ചിനെ തൊടിയിപ്പിച്ച് നോക്കണം, നമ്മൾ പറഞ്ഞു നോക്കണം, പിന്നെയും പറയണം. അപ്പോഴാണ് പിള്ളേരൊരു വേർഡും അതിൻ്റെ മീനിങ്ങും മനസ്സിലാക്കത്തുള്ളൂ. സോ ഇത് ടുവേർഡ്സ് ദ എൻഡിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വേർഡ്സ് അക്വയർ ചെയ്യുന്നതെന്നുള്ള എൻ്റെ പല തിയറിസ്റ്റുകളുടെ ഒരു സജഷനാണ്. പിന്നെ ഒരു ലെക്സിക്കൽ കോൺട്രാസ്റ്റ് തിയറി ഉണ്ട്. സിലബസിൽ നിങ്ങൾക്ക് ഇപ്പം ഇല്ല, കണ്ടപ്പോൾ മിസ് അങ്ങ് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം ഒന്ന് നോക്കുക. ഈവ് ക്ലാർക്കിൻ്റെ ലെക്സിക്കൽ കോൺട്രാസ്റ്റ് തിയറി പറയുന്നത് 2 പ്രിൻസിപ്പിൾസാണ് വെക്കാബുലറി ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ഒന്ന്, കുട്ടികളുടെ നാച്ചുറൽ ഡിസയർ, പിള്ളേർക്ക് തന്നെ ഭാഷ പഠിക്കാൻ, കാരണം എന്നാലല്ലേ മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാകാനും നമുക്ക് പറയാനും പറ്റത്തുള്ളൂ. സോ ഒരു നാച്ചുറൽ ഡിസയർ ഉണ്ട്. ആൻഡ് വേർഡ് മീനിങ് ഓഫ് ദെയർ ലാംഗ്വേജ് കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ മറ്റേതാണ് എക്സ്പ്ലെയിൻസ് ഹൗ ന്യൂ വേർഡ്സ് ആർ ആഡഡ്. അപ്പോൾ പിള്ളേർക്കൊരു ആഗ്രഹമുണ്ട് എങ്ങനെയാണ് പുതിയ വാക്കുകൾ ആഡ് ചെയ്യുന്നതെന്നുള്ള, അല്ലെങ്കിൽ പുതിയ വാക്കുകൾ വെക്കാബുലറിയിലേക്ക് ആഡ് ചെയ്യുന്നതെന്നുള്ള 2 കാര്യങ്ങളെ മെൻഷൻ ചെയ്യുന്നതാണ് ഈ ലെക്സിക്കൽ കോൺട്രാസ്റ്റ് തിയറി പറയുന്നത്. സോ ഇവിടെ പറയുന്നത് മീനിങ് ഓഫ് ഈച്ച് വേർഡ് ദേ ഹിയർ ഈസ് യുണീക്ക്. അപ്പോൾ അവർ പറയുന്ന ഓരോ വാക്കുകളും യുണീക്കാണ്. Therefore, when they hear a new label, they try to figure out its meaning by contrasting it with the words they know. അപ്പോൾ ലെക്സിക്കൽ കോൺട്രാസ്റ്റ് പറയുന്നത്
ഓരോ വാക്കും യുണീക്ക് ആയതുകൊണ്ട് പുതിയൊരു വാക്ക് കേൾക്കുമ്പോൾ അവർ ഓൾറെഡി കേട്ട വാക്കുമായിട്ട് അതിനെ താരതമ്യം നമ്മളല്ലേ കോൺട്രാസ്റ്റ് ചെയ്ത് വെച്ച് നോക്കും. എന്നിട്ട് അവർക്ക് മനസ്സിലാവും ഓക്കെ ഇത് തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാവുമ്പോൾ അവരത് പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലെക്സിക്കൽ കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ വാക്ക് നിങ്ങൾ കേട്ടു. അപ്പോൾ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതുവരെ കേട്ടത് മനസ്സിലായാലാട്ടോ ഇത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതുവരെ കേട്ട കാര്യങ്ങൾ ചിന്തിച്ച് നോക്കും, അത് ഇതുമായിട്ട് ബന്ധമില്ല. എന്നിട്ട് നമ്മൾ പുതിയതിനെ നമ്മൾ ഇൻഫർമേഷൻ ബന്ധമില്ല എന്നുള്ള മനസ്സിലാക്കിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ വെക്കും. സോ അതാണ് ലെക്സിക്കൽ കോൺട്രാസ്റ്റ് തിയറി. ഓക്കെ, അടുത്തതാണ് ഗ്രമാറ്റിക്കൽ ഡെവലപ്മെൻറ്റ്. ഗ്രമാറ്റിക്കൽ ഡെവലപ്മെൻറ്റാണ് അടുത്ത ഹെഡിങ് എന്ന് പറഞ്ഞു. സോ ആദ്യം നമ്മൾ എപ്പോഴാണ് ഗ്രാമർ യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒന്നിലധികം വാക്കുകൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ്. വെൻ ചിൽഡ്രൻ യൂസ് മോർ ദാൻ വൺ വേർഡ് ഇൻ എൻ അട്രൻസ്, അപ്പോഴാണ് നമുക്കിനി ഗ്രമാറ്റിക്കൽ ഡെവലപ്മെൻറ്റ്. ബിക്കോസ് രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് പറയുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് അഡീഷൻസും കൂടെ വരുത്തണം. ആ അഡീഷൻസിനെയാണോ നമ്മൾ ഗ്രാമർ എന്ന് പറയുന്നത്. സോ അതിലാദ്യത്തേതാണ് ഫസ്റ്റ് വേർഡ് കോമ്പിനേഷനാണ്. 1.5 തൊട്ട് 2.5 വയസ്സ് വരെ ഉള്ളതിനകത്ത് പിള്ളേർ എത്രയാണ് 200 തൊട്ട് 250 വാക്കുകൾ വരെ പഠിക്കും. അതിൽ ഒരു വേർഡ് ജസ്റ്റർ കോമ്പിനേഷനാണ് അവരാദ്യം വരുന്നത്, വേർഡ് ജസ്റ്റർ കോമ്പിനേഷൻ. സോ അവിടെ വരുന്നതിനകത്ത് 2 വേർഡ് അറ്ററൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു ടെലിഗ്രാഫിക്സ് സ്പീച്ച്. അപ്പോൾ മിസ്സ് പറഞ്ഞു പിന്നെ വരും എന്ന് പറഞ്ഞു, അതിവിടെയാണ്. അപ്പോൾ ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഇനി ഗ്രാമർ 2 വാക്കുകൾ മാത്രം കേട്ട് അമ്മയെ ചെരുപ്പ്, അമ്മയെ ഇത് അങ്ങനെ നമ്മൾ പറയും. അതായത് അമ്മയെ എനിക്ക് ചെരുപ്പ് തരാമോ എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ അമ്മയെ ചെരുപ്പ് എന്ന് നമ്മൾ പറയുന്നത്. സോ അതാണ് ഇങ്ങനെ, അതായത് വാക്കും അതിൻ്റെ ജസ്റ്ററും കൂടെ വെച്ചിട്ടാണ് നമ്മൾ അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിള്ളേരുടെ ഗ്രാമർ കോംപ്രിഹെൻഷനിൽ, അതായത് മനസ്സിലാക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഗ്രമാറ്റിക്കൽ അവർക്ക് മനസ്സിലാവും. പ്രൊഡക്ഷനിലേക്ക് അവർ വന്നിട്ടില്ല, അതായത് ഗ്രമാറ്റിക്കലി പറയാൻ അവർ പഠിച്ചിട്ടില്ല. സോ ഇവിടെ നമ്മൾ പറയുന്നു, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും പിള്ളേർ കോൺക്രീറ്റ് ആയിട്ടാണ് ആദ്യം പഠിക്കുന്നത്. ഇപ്പം വാക്കുകളെല്ലാം കോൺക്രീറ്റ് വേർഡ്സാണ് അവർ ഉപയോഗിക്കുന്നതും അവർ മനസ്സിലാക്കുന്നതും. അബ്സ്ട്രാക്റ്റ് വേർഡ്സും അതിന് അണ്ടർസ്റ്റാൻഡിങ്ങും പിന്നീടാണ് വരുന്നത്. സോ ഇവിടെ വേർഡ് ഓർഡർ അല്ലെങ്കിൽ അതർ ഗ്രമാറ്റിക്കൽ റൂൾസൊക്കെ ഗ്രാജുവലി ആണ് അക്വയർ ചെയ്യത്തുള്ളൂ. അടുത്തതാണ്, അപ്പം നമ്മൾ ആദ്യത്തേത് സിംഗിൾ വേർഡിൽ പറഞ്ഞതാണ് ടെലിഗ്രാഫിക് സ്പീച്ച് പറയുന്നത്. ഫ്രം സിമ്പിൾ സെൻറ്റൻസസ് ടു കോംപ്ലക്സ് ഗ്രാമർ. അപ്പോൾ ഇൻ ദ 3rd ഇയർ, അപ്പോൾ നമ്മൾ പറഞ്ഞു 2.5 തൊട്ട് 3.5 വയസ്സ് വരെ ഇടയ്ക്ക് അവർ ഇങ്ങനത്തെ ടെലിഗ്രാഫിക് സ്പീച്ചൊക്കെ കാണിക്കും. പിന്നെയാണ് അവർ കുറച്ചും കൂടെ കോംപ്ലക്സ് സെൻറ്റൻസസിലേക്ക് ഫോം ചെയ്യാൻ, അതായത് ഒരു സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ഓർഡർ, അതാണ് ആദ്യം അവർ പഠിക്കുന്നത്. സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ഓർഡർ അവർ പഠിക്കും. ഇവിടെയാണ് അവർ അഡ്ജക്റ്റീവ്സും നൗൺസും ആർട്ടിക്കിൾസും ഒക്കെ അവർ പഠിക്കും. ഗ്രാജുവലി അവർ പഠിക്കും. സോ പ്രീ സ്കൂളേഴ്സ് പയ്യാണ് അവരുടെ ലാംഗ്വേജ് റിഫൈൻ. ഇതൊക്കെ മലയാളത്തിൽ ചിന്തിച്ചാൽ മതി. ആദ്യം വാക്കുകൾ വെറുതെ പഠിക്കും, കോൺക്രീറ്റ് ആയിട്ടുള്ള വാക്കുകൾ പഠിക്കും. പിന്നെയാണ് അവർ ഗ്രാമറിൽ സബ്ജക്റ്റ് വേർബ് ബേസിക് ഗ്രാമർ അവർ പഠിക്കുന്നത്. അതിലാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രമാറ്റിക്കൽ. പിന്നെ അവർ പഠിക്കുന്നതാണ് ഗ്രമാറ്റിക്കൽ മോർഫീംസ് എന്താണെന്ന് പഠിക്കും. മോർഫീം എന്താണ്? ദ സ്മോളസ്റ്റ് വേർഡിനെ പറയുന്നതാണ് മോർഫീം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഗ്രമാറ്റിക്കൽ മോർഫീം എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോഗ്സ് എന്ന് പറയുന്നതിനകത്ത് ഡോഗ് ഒരു മോർഫീമും യെസ് മറ്റൊരു മോർഫീമുമാണ്. നമ്മൾ ഈ ചേർക്കുന്ന യെസ് ആണ് എന്നത് പറയുന്നത് ഗ്രമാറ്റിക്കൽ മോർഫീം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് അതിനൊരു അർത്ഥം കൊടുക്കുന്നില്ലേ. ഡോഗെന്നും ഡോഗ്സ് എന്നും പറയുന്നതിന് 2 അർത്ഥം, 2 മീനിങ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തേത് മോർഫീമും രണ്ടാമത്തെ യെസ് എന്ന് പറയുന്നത് വെറും ഒരു വാക്കാണ്, പക്ഷെ അതാണ് ഗ്രമാറ്റിക്കൽ മോർഫീം എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ് ഇൻ എ സ്പീച്ച്. 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോർഫീംസ് ആണ് സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റിയും സെമാൻറ്റിക് കോംപ്ലക്സിറ്റിയും. സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മീനിങ് കിട്ടുന്നതാണ്, അല്ലെ മീനിങ് മാറുന്നതാണ് സ്ട്രക്ചറൽ എന്ന് വെച്ചാൽ. കുറച്ച് ഫോർ എക്സാമ്പിൾ ING ആഡ് ചെയ്യുക, എസ് ആഡ് ചെയ്യുക, ED ആഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതാണ് സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ്. അപ്പം ആഡിങ് ദ എൻഡിങ് ING ഓർ യെസ് ഈസ് എ സ്ട്രക്ചറലി ലെസ് കോംപ്ലക്സ് ആണത്. പക്ഷേ ടു ബി എന്നൊക്കെ ഉള്ളത് ആഡ് ചെയ്യുന്നത് അത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറൽ അഡീഷനാണ്. എന്നുവെച്ചാൽ അത് നമ്മൾ നെക്സ്റ്റ് ഒരു ലെവലിലല്ലേ ടു ബി എന്നുള്ള വാക്കുകളൊക്കെ പഠിക്കും. ടു ബി അല്ലെങ്കിൽ ടു ബി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് 2B എന്നല്ല ഉദ്ദേശിക്കുന്നത്, TOB ടു ബി. അതായത്
ഷീ വിൽ ബി കമ്മിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ പിന്നെയല്ലേ പറയുന്നത്, ഈ ബി എന്നുള്ള വാക്കൊക്കെ വരുന്നത്. അപ്പോൾ അതാണ് അവിടെ വരുന്നത്. സെമാൻറ്റിക് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർ ദ നമ്പർ ആൻഡ് ദ ഡിഫിക്കൽറ്റി ഓഫ് ദ മീനിങ് ദി എക്സ്പ്രസ്. അപ്പം പിന്നീടാണ് അർത്ഥത്തിൻ്റെ കോംപ്ലക്സിറ്റി വരുന്നത്. അതായത് നമ്മൾ ഗ്രാമർ വെറുതെ ING പഠിക്കുന്നതും നമ്മൾ പറയില്ലേ ഗോ വെൻറ്റ് ആവുമ്പം അത് മനസ്സിലാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. ഗോയിങ് ഗോഡ് എന്നൊന്നും നമ്മൾ പറയത്തില്ലല്ലോ, നമ്മൾ വെൻറ്റാണ് പറയുന്നത്. സോ ഈ പാസ്റ്റ് ടെൻസ് പഠിക്കുന്നത് മനസ്സിലാക്കി പഠിക്കുന്നതാണ്. അതാണ് സെമാൻറ്റിക് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. സോ ആഡിങ് യെസ് ടു എ വേർഡ് റിക്വയർസ് ഓൺലി വൺ സെമാൻറ്റിക് ഡിസ്റ്റിങ്ഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് യെസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ലെവലിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷെ അതിനും എന്താ പറയുന്നത് കൂടുതൽ സെമാൻറ്റിക് അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോഴാണ് നമ്മൾ മറ്റ് ഗ്രാമേഴ്സ് പഠിക്കുന്നത്. അപ്പം ഗ്രമാറ്റിക്കൽ മോർഫീംസ് എന്ന് പറഞ്ഞാൽ ഗ്രമാറ്റിക്കലി സ്മോളസ്റ്റ് മീനിങ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ഓഫ് മീനിങ്ങിന് പറയുന്ന പേരാണ് ഗ്രമാറ്റിക്കൽ മോർഫീംസ് എന്ന് പറയുന്നത്. അതിനകത്ത് 2 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് മോർഫീംസിന്, സ്ട്രക്ചറലും സെമാൻറ്റിക് കോംപ്ലക്സിറ്റിയും. സ്ട്രക്ചറൽ എന്ന് പറയുന്നത് ചുമ്മാ നമ്മളൊരു ആഡ് ചെയ്യുന്നതാണ്, ഏത് ING മെസ്സും ഒക്കെയാണ് ആദ്യം ആഡ് ചെയ്യുന്നത്, പിന്നെയാണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്രമാറ്റിക്കൽ അഡീഷൻസ് വരുന്നത്. സെമാൻറ്റിക് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്. ആദ്യം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഗ്രാമറിനെ മനസ്സിലാക്കുന്നത്, എല്ലാത്തിനെയും കൂടി ED ചേർത്തോ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. പിന്നീടാണ് അതിൻ്റെ വേരിയേഷൻസ് പഠിക്കുന്നത്. സോ ചിൽഡ്രൻ യൂസ് പാസ്റ്റ് ടെൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ആദ്യം ED ചേർക്കാനാണ് പഠിക്കുന്നത്, പിന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ എന്താ പറയുന്നത് പഠിച്ച ഒരു സാധനം നമ്മൾ ഇപ്പോഴും നിങ്ങളത് യൂസ് ചെയ്യാറില്ലേ, ED പാസ്റ്റ് ടെൻസ് ആണ്, എല്ലാത്തിൻ്റെയും കൂടി ED ചേർക്കാം. യെസ് പ്ലൂറലാണ്, എല്ലാത്തിൻ്റെയും കൂടെ യെസ് ചേർക്കാം എന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഓവർ റെഗുലറേഷൻ. എക്സ്റ്റെൻഡ് ദ വേർഡ് ദാറ്റ് ആർ എക്സെപ്ഷൻസ്. അപ്പം പഠിച്ച ഒരു കാര്യം എല്ലാത്തിലും അത് ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് ഓവർ റെഗുലറേഷൻ. അപ്പം ചിൽഡ്രൻ മേക്സ് ദിസ്. അപ്പം ഇത് സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, ഗോ, വെൻറ്റ്, സേ, സെഡ് ഇങ്ങനെയുള്ള നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാത്ത വേർഡ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും ഈ തെറ്റുകൾ വരുത്തുന്നത്. എന്നും യൂസ് ചെയ്യുന്നതാകുമ്പോൾ ഈ പേരൻസ് പറയുന്നത് മൂത്തവർ പറയുന്നതൊക്കെ കേട്ട് നമ്മളത് വരുത്തത്തില്ല. പക്ഷെ വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന വാക്കുകൾക്കാണ് ഇങ്ങനത്തെ ഓവർ റെഗുലറേഷൻ കാരണമുള്ള എറേഴ്സ് കൂടുതൽ വരുന്നത്. അടുത്തതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് കോംപ്ലെക്സ് ഗ്രമാറ്റിക്കൽ ഫോംസ്. ഇനി അങ്ങോട്ട് കുറേ ഗ്രമാറ്റിക്കൽ വേർഡ്സ് ആട്ടോ പറയുന്നത്. അപ്പോൾ ആദ്യം ടെലിഗ്രാഫിക് സ്പീച്ചിൻ്റെ കാര്യം പറഞ്ഞു, ഗ്രമാറ്റിക്കൽ മോർഫീംസ് പറഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇനി പിള്ളേർ കൂടുതലായിട്ടുള്ള ഗ്രമാറ്റിക്കൽ അഡീഷൻസ് വരും. അതിലൊന്നാണ് ഓക്സിലറി വെർബ് ടു ബി. നമ്മളെ പഠിക്കും. ദ ഡോർ ഈസ് ഓപ്പൺ ടു എ വെറൈറ്റി. അതായത് ഇനി നമ്മളങ്ങോട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഓക്സിലറി വെർബ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അതൊക്കെ അതിലൊന്നാണ് ടു ബി എന്നുള്ളത്. അപ്പോൾ അത് പഠിക്കുന്ന ഒരു സമയമാണ് ഈ പറയുന്ന. ഇനി നെക്സ്റ്റ് വരുന്നത് അതാണ്. ആദ്യം സാധാ ഗ്രാമറൊക്കെ പഠിച്ചു, പിന്നെ നമ്മൾ ഓക്സിലറി വെർബ്സ് പഠിക്കും. അതിലൊന്നാണ് ഈ നെഗേഷൻസ്. കേട്ടിട്ടില്ലേ നമ്മൾ, നെഗറ്റീവ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ നമ്മൾ ഫോം ചെയ്ത് പഠിക്കുന്നതാണ് നെഗറ്റീവ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ്. നെഗറ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നെഗേഷൻസ് ആണ്. അപ്പോൾ നെഗറ്റീവ്സ് എന്ന് പറയുന്നത് 3 തരത്തിലുള്ള നെഗേഷൻസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒന്നാമത്തേതാണ് നോൺ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പിള്ളേർ നോ പഠിക്കും. ആബ്സെൻസിനെ കാണിക്കാനുള്ള ഇത് പഠിക്കുന്നതാണ് നോ എന്ന് പഠിക്കും. നോ കുക്കി, ഓൾ, ഗോൺ, നോ ഇങ്ങനെയൊക്കെ പഠിക്കുന്നതാണ് നോൺ എക്സിസ്റ്റൻസ്. അതായത് ഇല്ല എന്നുള്ളൊരു കാര്യം പറയാൻ അവർ പഠിക്കുന്നതാണ് നോൺ എക്സിസ്റ്റൻസ്. രണ്ടാമത്തേതാണ് റിജക്ഷൻ എന്ന് പറയുന്നത്. ഒപ്പോസിഷൻ. അതായത് അവിടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ എനിക്കതിൽ താല്പര്യമില്ല എന്ന് കാണിക്കുന്നതാണ് ഒബ്ജെക്ഷൻ. നോ, ഞാൻ ചെയ്യില്ല. അപ്പം ഇല്ല എന്ന് പറയുന്നതും ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടർത്ഥമാണ്. മനസ്സിലായോ? നോയാണ് അവിടെ ഉദ്ദേശിക്കുന്നതിനും രണ്ടിനും 2 ഗ്രമാറ്റിക്കൽ അർത്ഥം ഉണ്ടെന്ന് പഠിക്കുകയാണ്. ഒന്ന് നോൺ എക്സിസ്റ്റൻസ്, രണ്ടാമത്തേത് റിജക്ഷൻ. മൂന്നാമത്തേതാണ് ഡിനയൽ. ഡിനയൽ എന്ന് പറഞ്ഞാൽ എന്താ, സത്യം, നുണ. അതിനെയും നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നോ എന്നാണ്. അതായത് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ഞാനല്ല, നീയാണോ എടുത്തത്, ഞാനല്ല, ഇത് നിൻ്റെയാണോ, അല്ല ഇതെൻ്റെ അല്ല. ഇങ്ങനെ ഒരേ നോയാണ്. പക്ഷെ ഒന്ന് ആലോചിക്കുക, ഈ നോയ്ക്ക് നമ്മൾ ഓരോ സാഹചര്യം വെച്ച് നോക്കുമ്പോഴും പല അർത്ഥങ്ങളാണ്. ഇത് പിള്ളേർ ഗ്രാജ്വലിയാണ് പഠിക്കുന്നത്. സോ അതാണ് നെഗറ്റീവ്സ് അല്ലെങ്കിൽ നെഗേഷൻസ് 3 തരത്തിലുണ്ട്. നോൺ എക്സിസ്റ്റൻസ്, റിജക്ഷൻ, ഡിനയൽ പഠിക്കും. ഇത് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പേരൻസിൻ്റെ സ്പീച്ചിൽ നിന്നാണ് പിള്ളേർ ഇത് പഠിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ
പിള്ളേരുടെ റൈസിങ് ഇൻറ്റൊണേഷൻ ടു കൺവേർട്ട്. അപ്പം നമ്മൾ ഈ യെസ് ഓർ നോ ചോദിക്കുമ്പോൾ നമ്മളുണ്ടല്ലോ അത് ഏത് ഉത്തരമാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകും. നീ അത് എടുത്തോ, അല്ലെങ്കിൽ ഇത് നിൻ്റെ ആണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് നോക്കി ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും ഇല്ലേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് വാട്ട്. അപ്പം നമ്മൾ പറയില്ലേ വാട്ട്, വെൻ, ഹൗ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വാട്ട് ഈസ് യുവർ നെയിം, വേർ ആർ യു ഗോയിങ്, ഇങ്ങനെയുള്ളത് ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണ് വെക്കുന്നതെന്ന് നമ്മൾ പഠിക്കും. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇതൊക്കെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മിസ് അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ WH ചേർത്തുള്ള ഇതാണെങ്കിൽ അത് തുടക്കത്തിൽ വെക്കും. അതുപോലെ തന്നെ WH ക്വസ്റ്റ്യനിലുണ്ടല്ലോ പിള്ളേർ ആദ്യം പഠിക്കുന്നത് വാട്ട്, വെയർ, വെച്ച്, ഹൂ, ഇതിലൊക്കെയാണ് നമ്മൾ പഠിക്കുക. ഇത് കണ്ടോ, സെമാൻറ്റിക്കലി ലാസ്റ്റ് സെൻറ്റൻസ് നോക്കി, നമ്മൾ ആദ്യം പിള്ളേർ പഠിക്കുന്നത് വാട്ട്, വെയർ, ഹൂ ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഹൗ, വെൻ, വൈ, വെൻ എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. മനസ്സിലായോ? പിള്ളേർ ആദ്യം പഠിക്കുന്ന WH കൂട്ടിലുള്ള വാക്കെന്ന് പറഞ്ഞാൽ വാട്ട്, വെയർ, ഹൂ എന്നുള്ള, ഇതാരാമേ, ഇതെന്താമേ, എങ്ങോട്ടാമേ പോകുന്നത്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെയാണ് ഇതെങ്ങനെയാമേ, ഇതെന്തുകൊണ്ടാമേ, ഇതെപ്പോഴാമേ എന്നൊക്കെയുള്ളത് പിന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, സോ അടുത്തതാണ്. അപ്പോൾ നമ്മൾ ഓക്സിലറി വേർബും അതിൽ നെഗേഷൻസും ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു. നെക്സ്റ്റാണ് അതർ കോംപ്ലെക്സ് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ എന്താ പറയുന്നത്, കുറച്ച് കണക്ഷനിസ്റ്റ് പഠിക്കുന്നത്, ആൻഡ് ചേർക്കാൻ നമ്മൾ പഠിക്കുന്നത്. അത് ജനറലാണ്. എന്തിനേയും രണ്ട് കാര്യങ്ങളെ തമ്മിൽ ചേർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ആൻഡ് അങ്ങ് ഇട്ടാൽ മതി എന്ന് നമ്മൾ പറയും. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ നീതർ, നോറ്, ഈതർ, ഓറ് ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഓറ് പഠിക്കും. പിന്നെയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പഠിച്ചതിൻ്റെ എന്താ പറയുന്നത് ലെവൽ ഓർത്താൽ മതി. അതാണ് ഇനിയുള്ള ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. സോ ചിൽഡ്രൻ പ്രൊഡ്യൂസ് എംബഡഡ് ക്വസ്റ്റ്യൻസ്, ടാഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഗ്രാജ്വലി പിന്നെയാണ് ഈ കണക്ഷനിസ്റ്റ് പഠിക്കും. അത് കഴിയുമ്പോഴാണ് അവർക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ്, പിന്നെയാണ് ടെമ്പററി റിലേഷൻസ്, ദെൻ, നൗ, വെൻ, ഇങ്ങനെയുള്ള ദെൻ, അങ്ങനെയുള്ള ടെമ്പററി റിലേഷൻസ് പഠിക്കും, കോസൽ റിലേഷൻസ് പഠിക്കും. ഇതൊക്കെയാണ് പിന്നീട് ഉണ്ടാകുന്ന ഗ്രാമാറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ടുള്ള ലേറ്റർ ഗ്രാമാറ്റിക് ഡെവലപ്മെൻ്റ് ആണ് കോംപ്ലെക്സ് കൺസ്ട്രക്ഷൻ. നമ്മൾ പറയുന്നത് ഭാഷയിൽ ഭയങ്കരമായിട്ട് പ്രാവീണ്യമൊക്കെ നേടി ഭയങ്കര എക്സലൻസ് ഒക്കെ കിട്ടിയിട്ട് വി വിൽ ബി പ്രൊഡ്യൂസിങ്. അവിടെയാണ് പാസീവ് ആക്റ്റീവ് വോയിസ് അല്ലെ 10ലും 9 അല്ല, ഇത് ഇപ്പോഴത്തെ പിള്ളേർ നിങ്ങളൊക്കെ കുഞ്ഞാരൊക്കെ പഠിക്കും. ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 8ലൊക്കെ പഠിക്കുമ്പോഴാണ് ഈ ആക്റ്റീവ് പാസീവ് വോയിസ് ഒക്കെ പഠിക്കുന്നത്. സോ അപ്പോൾ ഇവിടെ പറയുന്നത് പിന്നീടാണ് നമ്മളിങ്ങനത്തെ കോംപ്ലെക്സ് കൺസ്ട്രക്ഷൻസ് വരുന്നത്. പാസീവ് വോയിസ് ചില കൾച്ചറിൽ കൂടുതലായിട്ട് ഉപയോഗിക്കും. അങ്ങനെയുള്ളവരത് പെട്ടെന്ന് പഠിക്കും എന്നാണ് പറയുന്നത്. So, preschoolers comprehend the passive best when the subject of the sentence is an inanimate being and verb is an action word. അപ്പം ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ട്, ബീയിങ്ങിനെ വെച്ചിട്ട് അതിൻ്റെ കൂടുതൽ ഒരു വെർബും കൂടെ വരുമ്പോഴാണ് പിള്ളേർക്ക് ഈ പാസീവ് വോയിസ് പെട്ടെന്ന് പഠിക്കുന്നതെന്നാണ് പറയുന്നത്. ദാൻ ആനിമേറ്റ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ ബോയ് ഈസ് കിസ്ഡ് ബൈ ദ ഗേൾ എന്ന് പറയുമ്പോൾ, അപ്പം കിസ്ഡ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഇനാനിമേറ്റ് അല്ലേ, അതൊരു എന്താ പറയുന്നത് ജീവനുള്ളൊരു വസ്തുവല്ലോ. അങ്ങനെ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. കിസ്സിങ്, കിസ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പം ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന്, അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാകുന്നത് അപ്പോഴാണെന്നാണ് പറയുന്നത്. സോ പിന്നെ വരുന്ന ഡെവലപ്മെൻറ്റ്സ് ആണ് പാസീവ് ആക്റ്റീവ് വോയിസ് മനസ്സിലാക്കും. അടുത്തതാണ് ഇത് കണ്ടോ, പിള്ളേർ കുറച്ചും കൂടെ 4 തൊട്ട് 5 വയസ്സ് വരെ ആകുമ്പോഴത്തേനും പിള്ളേർ കുറച്ചും കൂടെ പാസീവ് അട്രൻസസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പിള്ളേർ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇൻഫിനിറ്റീവ് ഫ്രേസസ് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റീവ് ഫ്രേസസ് എന്ന് പറഞ്ഞാൽ ജോൺ ഈസ് ഈഗർ ടു പ്ലീസ് ആൻഡ് ജോൺ ഈസ് ഈസി ടു പ്ലീസ്. അപ്പം അതിനെയാണ് ഇൻഫിനിറ്റ് ഫ്രേസസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ സെയിം വാക്കുകളാണ്, പക്ഷേ ഈഗറിനും ഈസിക്കും രണ്ടിനും രണ്ടർത്ഥമാണ് വരുന്നത്. സോ ഇങ്ങനെയുള്ള ഡിഫറൻസസും നമ്മൾ പഠിക്കും. ഇംപ്രൂവ്ഡ് കപ്പാസിറ്റി ടു അനലൈസ് ആൻഡ് റിഫ്ലക്റ്റ് ഓൺ ലാംഗ്വേജ് ആൻഡ് ടു അറ്റൻഡ് മൾട്ടിപ്പിൾ ലിംഗ്വിസ്റ്റിക് ആൻഡ് സിറ്റുവേഷണൽ ക്യൂസ്. ഇങ്ങനെ ഗ്രാജ്വലി വെക്കാബുലറി കൂടി ഗ്രമാറ്റിക്കൽ അർത്ഥങ്ങൾ അല്ലെങ്കിൽ ഗ്രമാറ്റിക്കൽ കൺസ്ട്രക്ഷൻസും നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേനും വൈഡ് വെറൈറ്റീസ് ഓഫ് വേർഡ്സ് കേൾക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെയുള്ള സ്കിൽസ് കുട്ടികൾക്ക് ഉണ്ടാകും.
അതുപോലെ തന്നെ ഐഡിയാസ് അബൌട്ട് ഹൗ ഗ്രമാറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.